നമസ്കാരം. കോൺഗ്രസ് പാർട്ടി നേടിയിരിക്കുന്നത് വളരെ തിളക്കമേറിയ വിജയമാണ്. 102 സീറ്റ് നേടുമെന്ന് അവർ പോലും കണക്കാക്കിയില്ല. 100 സീറ്റ് നേടും എന്ന് തറപ്പിച്ചു പറഞ്ഞ വി സതീശൻ പോലും അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരോട് പറഞ്ഞിരുന്നത് 85 സീറ്റാണ്. അദ്ദേഹം വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞത് UDF അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ മാത്രമാണ്. പക്ഷെ 100 സീറ്റ് എന്ന് വി സതീശൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിരുന്നു. തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ വി സതീശനെ പോലും എടുക്കാൻ മറ്റാരുമില്ല എന്നതിന് മറ്റൊരു തെളിവായിരുന്നു ഈ പ്രഖ്യാപനം. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മുഖ്യമന്ത്രി ആരാവണം എന്നതിനെക്കുറിച്ചുള്ള UDF വോട്ട് ചെയ്തവരെ പോലും നിരാശപ്പെടുത്തുന്ന തരത്തിൽ വ്യാപകമായി വളരുകയാണ്. മുതിർന്ന 3 നേതാക്കൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പിടിവലി കൂടുന്നു. പ്രതിപക്ഷ നേതാവ് വി സതീശനും മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തലയും ഇപ്പോൾ കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ ഹൈക്കമാൻഡ് എന്ന് വിളിക്കാവുന്ന KC വേണുഗോപാലും 3 പേരും മുഖ്യമന്ത്രിയാവാൻ കരുക്കൾ നീക്കുന്നു. ഇതിൽ വിജയിക്കാൻ സാധ്യതയുള്ളത് KC വേണുഗോപാലാണ് എന്നാണ് പലരും പറയുന്നത്. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, KC വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ പ്രിയപ്പെട്ടവനാണ്, ഹൈക്കമാൻഡ് തന്നെയാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡിന്റെ തീരുമാനം KC വേണുഗോപാലിന് അനുകൂലമാകും. 2, MLA-മാരുടെ പിന്തുണ KCക്കാണ്. MLA-മാരുടെ പിന്തുണ KC ഉറപ്പാക്കിയത് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്താനാണ്. MLA-മാരുടെ പിന്തുണയില്ലെങ്കിൽ KCക്ക് തള്ളിപ്പോകുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ MLA-മാരുടെ തലയെണ്ണാനായിരിക്കും ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുക. ആ തലയെണ്ണലിൽ താൻ വിജയിക്കും, ജനാധിപത്യപരമായി താൻ തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് KC വിശ്വസിക്കുന്നത്. എന്തായാലും തലയെണ്ണൽ പ്രക്രിയ ഇന്ന് തന്നെ നടന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. AICCയുടെ 2 പ്രതിനിധികൾ ഇവിടെ എത്തിയിരിക്കുന്നു. MLA-മാരെ ഓരോരുത്തരെയും വ്യക്തിപരമായി വിളിച്ച് അവരുടെ നിലപാട് ആരായാനാണ് തീരുമാനം. വി സതീശനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു, കേരളത്തിന്റെ ചുമതലക്കാരിയ ദീപദാസ് മുൻഷിയെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്. ദീപദാസ് മുൻഷി KC വേണുഗോപാലുമായി അടുപ്പമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷത ഉണ്ടാവില്ല. ദീപദാസ് മുൻഷിയെ പേടിച്ച് വി സതീശനെ പിന്തുണയ്ക്കാൻ ആഗ്രഹമുള്ള MLA-മാർ KC വേണുഗോപാലിനെ പിന്തുണച്ചെന്ന് വരും. അതുകൊണ്ട് പ്രതിനിധികളായി എത്തിയിരിക്കുന്ന 2 പേർ മാത്രം മതി. ദീപദാസ് മുൻഷി അതിൽ ഉൾപ്പെടുത്തരുത് എന്നാണ് അവരുടെ ആവശ്യം. ഇത് അംഗീകരിക്കുമോ എന്നറിയില്ല. അതേസമയം താനാണ് സീനിയർ, തനിക്കാണ് അർഹത. വി സതീശനും KC വേണുഗോപാലും ഒക്കെ തൻ്റെ അനുയായികളായിരുന്നു. താനാണ് അവരെ വളർത്തിക്കൊണ്ടുവന്നത്. അവർ തന്നേക്കാൾ വളർന്നപ്പോൾ തന്നെ വെട്ടാൻ ശ്രമിക്കുകയാണ്. അത് ശരിയല്ല. തൻ്റെ സീനിയോറിറ്റി പരിഗണിക്കണം. 2011 താൻ ഒഴിഞ്ഞുകൊടുത്തതാണ് സീനിയർ എന്ന നിലയിൽ. മുഖ്യമന്ത്രിയാവാൻ ഉമ്മൻചാണ്ടിക്ക് താൻ അനുമതി കൊടുത്തതാണ്. താൻ എതിർത്തില്ല. 2021 താൻ പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നേക്കാൾ വളരെ ജൂനിയറായ സതീശിനെ ഒഴിഞ്ഞുകൊടുത്തതാണ്. MLA-മാരുടെ പിന്തുണ തനിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തലയും തൻ്റെ അവകാശവാദം ശക്തമാക്കിയിട്ടുണ്ട്. ചെന്നിത്തല സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി ഡൽഹിയിൽ പോയിരുന്നു. സോണിയാഗാന്ധി തനിക്ക് വാക്ക് തന്നിരുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞുകൊടുത്തപ്പോൾ എന്നാണ് ചെന്നിത്തല അടുപ്പക്കാരോട് പറയുന്നത്. എന്നാൽ ഡൽഹിയിൽ ചെന്ന ചെന്നിത്തലയ്ക്ക് സോണിയാഗാന്ധിയെ കാണാൻ കഴിഞ്ഞോ എന്ന് നിശ്ചയമില്ല. ആരോഗ്യ കാരണങ്ങളാൽ സോണിയാഗാന്ധി ആരെയും കാണുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ 3 നേതാക്കളും അവരുടെ ക്ലെയിം ഉറപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കം തുടരുകയാണ്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, പൊതുജനാഭിപ്രായം സതീശന് അനുകൂലമാണ്. അതിൽ ഒരു സംശയവും വേണ്ട. 80% പ്രവർത്തകരും സതീശിനെ പിന്തുണയ്ക്കുന്നു. ബാക്കി വരുന്ന 20%-ൽ ഭൂരിപക്ഷവും രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നു. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന പ്രവർത്തകർ നാമമാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ്. വി സതീശനാണ് മുമ്പിൽ നിന്ന് നയിച്ചത്. വി സതീശനാണ് ജയിക്കേണ്ടത്. വി സതീശനാണ് നയിക്കേണ്ടത്. വി സതീശനാണ് ഭരിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം ഏറെയാണ്. അതേസമയം രമേശ് ചെന്നിത്തല സീനിയറാണ്, ചെന്നിത്തലയ്ക്കും അർഹതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കുറവല്ല. അതുകൊണ്ട് തന്നെ വി സതീശനെ പിന്തുണയ്ക്കുന്നവർ പോലും രമേശ് ചെന്നിത്തലയുമായി അധികാരം പങ്കുവയ്ക്കുന്നതിൽ എതിർപ്പുള്ളവരല്ല. കുറച്ചുകാലം വി സതീശൻ പിന്നീട് രമേശ് ചെന്നിത്തല എന്നൊരു ഫോർമുല പോലും ആവാമെന്ന് അവർ പറയുന്നു. പക്ഷേ 2 പേരെക്കാൾ കൂടുതൽ സാധ്യത ഉയർന്നു വരുന്നത് KC വേണുഗോപാലിനാണ്. അതിൻ്റെ കാരണം ഹൈക്കമാൻഡിന്റെ പിന്തുണയല്ല. അതിൻ്റെ കാരണം MLA-മാരുടെ പിന്തുണയാണ്. MLA-മാരിൽ മഹാഭൂരിപക്ഷവും 63 കോൺഗ്രസ് MLA-മാരാണുള്ളത്. അതിൽ ഏതാണ്ട് 40-നും 50-നും ഇടയിൽ, ചിലർ പറയുന്നു 53 പിന്തുണയ്ക്കുന്നത് KC വേണുഗോപാലിനെയാണ്. അവിടെയാണ് കോൺഗ്രസ് നേതൃത്വം ആശയക്കുഴപ്പത്തിലാവുന്നത്. കോൺഗ്രസ് പാർട്ടി പഴയതിനേക്കാൾ ദുർബലമായതിനാൽ ഹൈക്കമാൻഡ് അടിച്ചേൽപ്പിക്കുന്ന രീതി ഇപ്പോഴില്ല. പണ്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും, ആ തീരുമാനം അടിച്ചേൽപ്പിക്കുമായിരുന്നു. അതിന് വഴങ്ങാൻ സംസ്ഥാന ഘടകം ബാധ്യസ്ഥരാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയില്ല. രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്ന നിലപാട് MLA-മാരുടെ പിന്തുണ ആർക്കാണോ അവരെ ആക്കൂ എന്നതാണ്. അവിടെയാണ് പ്രതിസന്ധി മൂർച്ഛിക്കുന്നത്. MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണ KC വേണുഗോപാലിനാണ്. എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന വോട്ട് ചെയ്ത ജനങ്ങളും വി സതീശനെ ആക്കണമെന്ന് പറയുന്നു. ഈ ക്രൈസിസ് ആണ് പ്രധാന വിഷയമായി മാറുന്നത്. ഈ ക്രൈസിസിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ആർക്കും അറിയില്ല. ഈ ക്രൈസിസിനെ മറികടക്കാൻ
രണ്ടുപേരുടെ നിലപാടായിരിക്കും മാനദണ്ഡമായി മാറുന്നത്. ഒന്ന് മുതിർന്ന നേതാവായ AK ആന്റണി ആണെങ്കിൽ രണ്ടാമത്തേത് രാഹുൽ ഗാന്ധിയാണ്. ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് AK ആന്റണി VD സതീശനെ പിന്തുണയ്ക്കും എന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം രാഹുൽ ഗാന്ധിക്ക് അത്തരമൊരു നിലപാടില്ല. രാഹുൽ ഗാന്ധി ജനാധിപത്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഭൂരിപക്ഷ പിന്തുണ ആർക്കാണോ അവരാവട്ടെ എന്ന നിലപാടിലേക്ക് മാറുന്നു. അതുകൊണ്ട് തന്നെ രാഹുലും ആന്റണിയും തമ്മിൽ ചർച്ച ചെയ്തായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുന്നത്. MLA മാരുടെ പിന്തുണ ഉള്ളതുകൊണ്ട് KC ആയിരിക്കും മുഖ്യമന്ത്രി വിശ്വസിക്കുന്നവർ ഏറെയാണ്. എന്നാൽ ജനപിന്തുണ ഉള്ളതുകൊണ്ട് VD ആയിരിക്കും എന്ന് VD ഭക്തർ കരുതുന്നു. എന്നാൽ താനാണ് മുതിർന്ന നേതാവ്, തനിക്കാണ് ഭരണപരിചയമുള്ളത്, താനാണ് ഉന്നത പദവികൾ വഹിച്ചത്, തനിക്കാണ് സോണിയാഗാന്ധിയുടെ പിന്തുണ. അതുകൊണ്ട് തന്നെ താനാകും മുഖ്യമന്ത്രി എന്ന് വിശ്വസിക്കുന്ന രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നവരും ഏറെയുണ്ട്. എറണാകുളം MLA TG വിനോദും സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനുമാണ് ചെന്നിത്തലയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്നത്. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും എറണാകുളം MP ഹൈബി ഈഡനുമാണ് സതീശിന് വേണ്ടി ചരട് വലിക്കുന്നത്. AP അനിൽകുമാറിന്റെയും മാത്യു കുഴനാടിന്റെയും നേതൃത്വത്തിലാണ് KC വേണുഗോപാലിന് വേണ്ടി നീക്കങ്ങൾ നടത്തുന്നത്. ആരാണ് എന്നതിനെക്കുറിച്ചൊന്നും നിശ്ചയവുമില്ല. KC വേണുഗോപാലിന് വേണ്ടി ധാരാളം ഫ്ലെക്സുകൾ ഇറങ്ങുന്നുണ്ട്. ഇന്ന് ഇന്ദിരാഭവന്റെ മുമ്പിൽ പുതിയ ഫ്ലെക്സുകൾ സ്ഥാപിക്കപ്പെട്ടു. എന്നാൽ നാടെങ്ങും VD സതീശൻ അല്ലാതെ മറ്റൊരു പരിഗണനയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന തരത്തിലുള്ള വികാരം രൂപപ്പെട്ടിട്ടുണ്ട്. VDക്ക് വേണ്ടി ആളുകൾ തെരുവിലിറങ്ങി തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ നാടിനോട് ചേർന്ന് പമ്പാവാലി പ്രദേശത്ത് ഇന്നലെ രാത്രിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പന്തം കൊളുത്തി പ്രകടനം നടത്തിയിരുന്നു. UDF-നും VD സതീശനും ജയ് വിളിച്ചുകൊണ്ട് VD സതീശന് വേണ്ടി പ്ലക്കാർഡ് ഉയർത്തി VD തന്നെ മുഖ്യമന്ത്രി ആവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രകടനമായിരുന്നത്. അതിലെ ചില ഭാഗങ്ങൾ കാണുക. പമ്പാവാലിയിലെ മലയോര കർഷകരുടെ ആവേശവും എല്ലാമായ VD സതീശൻ കേരള ജനതയെ കഴിഞ്ഞ 2021 മുതൽ പ്രതിപക്ഷ നേതാവ് ആയിരുന്നുകൊണ്ട് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും വൻ ഭൂരിപക്ഷത്തോടെ UDF-ന് വിജയം നൽകി. ഇന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ൽ മുകളിൽ പ്രവചിച്ചതിനപ്പുറമായി 102 സീറ്റ് പിടിച്ചുകൊണ്ട് കേരളത്തെ UDF-നെ കോൺഗ്രസിനെ കൈപിടിച്ച് തല ഉയർത്തി നിർത്തിയ VD സതീശൻ തന്നെയായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, ഇല്ല എങ്കിൽ ഇതിന്റെ ഫലം AICC അല്ല, ഈ ഇന്ത്യ ഗവൺമെന്റിലെ ഇന്ത്യ രാജ്യത്തെ എല്ലാവരും, അതായത് മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഭവിച്ചത് ഇവിടെ നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, UDF അനുവദിക്കില്ല എന്ന് കേരള ജനത അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പലതവണ അവഗണിക്കപ്പെട്ട പാർട്ടിയിലെ മുതിർന്ന നേതാവായ VS അച്യുതാനന്ദൻ 2006-ൽ മുമ്പിൽ നിന്ന് പടം നയിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറ്റാൻ ഒരു നീക്കം നടത്തിയിരുന്നു. അന്ന് VS-ന് വേണ്ടി സംസ്ഥാന വ്യാപകമായി പാർട്ടി പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തി. അതിനെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. സംസ്ഥാന വ്യാപകമായി പാർട്ടി പ്രവർത്തകർ VD സതീശിന് വേണ്ടി തെരുവിലിറങ്ങിയേക്കും എന്നാണ് സൂചന. തൽക്കാലം അവിവേകമൊന്നും കാണിക്കരുതേ എന്ന് സതീശന് പറഞ്ഞതുകൊണ്ട് ആളുകൾ ഒതുങ്ങി നിൽക്കുന്നു. ആളുകൾ കൂട്ടത്തോടുകൂടി സതീശന് വേണ്ടി രംഗത്തിറങ്ങിയേക്കും എന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിക്കുന്നുണ്ട്. വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടി വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ജനാധിപത്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്താണ് ജനാധിപത്യത്തിന്റെ മാനദണ്ഡം? പൊതുജനങ്ങളുടെ പിന്തുണയാണോ അതോ MLA-മാരുടെ പിന്തുണയാണോ ജനാധിപത്യത്തിന്റെ മാനദണ്ഡം എന്നറിയാതെ കുഴങ്ങുകയാണ് ദേശീയ നേതൃത്വം. ഇന്നോ നാളെയോ ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടും എന്നാണ് റിപ്പോർട്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടാലും കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. മന്ത്രിമാർ ആവാനുള്ള തള്ളിക്കയറ്റം ശക്തമാണ്. 11 അല്ലെങ്കിൽ 12 പേർക്ക് മാത്രമേ മുഖ്യമന്ത്രി അടക്കം കോൺഗ്രസ് മന്ത്രിസ്ഥാനം കിട്ടൂ. MLA-മാരുടെ 15% മന്ത്രിമാരാവാൻ കഴിയുന്നത്. അതുകൊണ്ട് 21 പേർക്ക് മാത്രമേ മന്ത്രിയാവാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ 11 മന്ത്രിമാരിൽ കൂടുതൽ എടുക്കുക സാധ്യമല്ല. എന്നാൽ MLA-മാരുടെ ശരാശരി നോക്കുമ്പോൾ 12 മന്ത്രിസ്ഥാനം മുഖ്യമന്ത്രി ഉൾപ്പെടെ വേണം എന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. അപ്പോഴും ഒരു പ്രശ്നം ബാക്കിയാവുന്നു. ലീഗിന് 5 മന്ത്രിമാരെ വേണം, കേരള കോൺഗ്രസിന് 2 മന്ത്രിമാരെ വേണം. അതുകൊണ്ട് തന്നെ 5ഉം 2ഉം 7ആയി. RSPക്കും അനൂപ് ജേക്കബിനും കൊടുക്കണം, 9ആയി. പിന്നെ ഒരു മന്ത്രിക്ക് മാത്രമേ ഇടയുള്ളൂ. CP ജോണിനെ മന്ത്രിയാക്കണമെന്ന് പൊതുവികാരമുണ്ട്. മാണി സി കാപ്പന് വേണ്ടിയും KK രമയ്ക്ക് വേണ്ടിയും ആളുകൾ രംഗത്തുണ്ട്. ഇതിൽ ആരെയൊക്കെയാണ് ഉപേക്ഷിക്കാൻ പറ്റുന്നത് എന്ന ചോദ്യം. എന്തായാലും ലീഗിന് 4-ൽ ഒതുക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ കേരള കോൺഗ്രസിന് 1-ൽ ഒതുക്കാൻ പറ്റും.
എന്നാൽ ലീഗിന് 5 കൊടുത്താൽ കേരള കോൺഗ്രസിന് 2 കൊടുക്കേണ്ടി വരും. ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ തലവേദന. അത് കഴിഞ്ഞാലും തലവേദന തീരില്ല. മന്ത്രിമോഹികൾ ഏറെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ. മുതിർന്ന നേതാക്കളെ അക്കോമഡേറ്റ് ചെയ്യണം. കെ സി വേണുഗോപാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും മന്ത്രിയായാൽ 3 പ്രമുഖർ മന്ത്രിയായി കഴിഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എ പി അനിൽകുമാറും കെ മുരളീധരനും സണ്ണി ജോസഫും മന്ത്രിമാരാകുമെന്ന് തീർച്ചയാണ്. എന്ന് വെച്ചാൽ 4-3 7 മന്ത്രിമാർ ആയി കഴിഞ്ഞിരിക്കുന്നു. ബാക്കി പദവികൾക്ക് വേണ്ടിയാണ് ഇത്രയധികം ആളുകളുള്ളത്. ഈഴവ പ്രതിനിധി എന്ന നിലയിൽ എം ലിജുവിനെ മന്ത്രിയാക്കേണ്ടി വരും. വനിതാ പ്രതിനിധിയെ ഷാനിമോൾ ഉസ്മാനെയോ ബിന്ദു കൃഷ്ണയെ നിയമിക്കേണ്ടി വരും. ഇതോടുകൂടി പിന്നെ അവശേഷിക്കുന്നത് 2 മന്ത്രിമാരുടെ ഒഴിവാണ്. അതിനുവേണ്ടി പി സി വിശ്വനാഥും ടി സിദ്ദിഖും മാത്യു കുഴനാടനും റോജി എം ജോണും എം വിൻസെന്റും ഒക്കെ ഉണ്ട്. ശക്തനുണ്ട്. ശക്തനെ സ്പീക്കറാക്കി പരിഹരിക്കപ്പെടും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. മുഖ്യമന്ത്രി പ്രശ്നം കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് മന്ത്രി പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ.